ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ, ഭാഗം 2177. ഇന്ന് ഡിസംബർ മാസം 16-ാം തീയതി, ഈ ആണ്ടിലെ 350-ാമത്തെ ദിവസത്തിലെത്തി. നീതിമാനായ യൗസേപ്പിന് മുമ്പിൽ തൻ്റെ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട്, തൻ്റെ ജീവനെയും ജീവിതത്തെയും നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് കൈക്കൊള്ളാൻ സാധ്യതയുള്ള 2 മാർഗങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നാട്ടുനടപ്പനുസരിച്ച് വിവാഹ മോചനം നടത്തുക. എളുപ്പമാണ് കേട്ടോ. എല്ലാവരും എപ്പോഴും എളുപ്പമുള്ള വഴികൾ കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തെ മാർഗം, വിവാഹത്തിന് മുൻപ് ഗർഭവതിയായ മറിയാമിനെ വെറുതെ വിടാതിരിക്കുക, കാര്യമായി പിടികൂടുക, ന്യായപ്രമാണം അനുശാസിക്കുന്ന ശിക്ഷ അതനുസരിച്ച് വ്യഭിചാരക്കുറ്റം ചുമത്തുക എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു സാധ്യതയുണ്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു തേർഡ് ഓപ്ഷൻ. ഏതൊരു മനുഷ്യ ജീവിതത്തിലെ കഠിനമായ കടുത്ത പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിന് നിർദ്ദേശിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവും. അതിനെ ഒന്ന് കണ്ടെത്താനോ അതിനായിട്ടൊന്ന് കാതോർക്കാനോ നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടില്ല, വേണ്ടതുപോലെ പരിശീലിച്ചിട്ടുമില്ല. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് എന്താണ്? നിന്റെ ഭാര്യയായ മറിയാമിനെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. ഇവിടെ ജീവിതത്തില് യൗസേപ്പിന് പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പാകത്തിന് കാതുകൊടുത്തു. ജീവിതത്തിൽ പോകേണ്ട വഴി ഏതെന്നറിയാതെ ഞാനും നിങ്ങളുമൊക്കെ ഉഴലുന്ന നേരവും നാഴികയും ദൈവത്തിന്റെ നടത്തിപ്പിനായി കുറച്ചുകൂടി ജാഗ്രതയുള്ളവരായി തീരാനായിട്ട് പറ്റുമോ? അതിലൂടെ ദൈവനാമം മഹിമപ്പെടുകയും ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളിലൂടെ നിറവേറപ്പെടുകയും ചെയ്യും. ദൈവിക നീതിയുള്ളവരെ ദൈവം അവിടുത്തെ ആലോചനയാൽ വഴി നടത്തും. അതാണ് യൗസേപ്പിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം. അതൊരാശ്വാസവും കൂടിയാണ്. ദൈവത്തിന്റെ നീതിയെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചവരെ ദൈവം തന്റെ ആലോചനയിൽ കൂട്ടുകക്ഷിയാക്കുന്നു. തീർച്ചയായും ദൈവവുമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊന്ന് കൂടിയാലോചിക്കണ്ടേ? അതിന് ആ തമ്പുരാന്റെ നീതിബോധം കുറച്ചെങ്കിലും ബോധപൂർവ്വം നമ്മളിൽ നിലനിർത്തിയേ മതിയാവും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.